ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്നലെ രാത്രി കിങ്സ് ഡേ ആയിരുന്നു. ഇന്നലെ കിങ്സ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മൈഗ്രെയിനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കിങ്സ് ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവും വൈശാഖ് സാറും അൽക്കി എല്ലാവരും കൂടെ സെൻറ്ററൊക്കെ പോയി അടിച്ചു പൊളിച്ച് വൈകുന്നേരം ഒരു 8-9 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയ വ്ളോഗായിരുന്നു കേട്ടോ അത്. കാരണം കിങ്സ് ഡേയുടെ മുന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അതിനുശേഷം വൃത്തിക്ക് ആ ഒരു വ്ളോഗ് ചെയ്യണമെന്നും എന്താണ് കിങ്സ് ഡേ, എങ്ങനെയാണ് നെതർലൻഡ്സ് മൊത്തം കിങ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിധിയുടെ വിളയാട്ടം സമ്മതിച്ചില്ല. ഭയങ്കര കടുത്ത മൈഗ്രെയിൻ കാരണം എനിക്ക് കിടക്കേണ്ടി വന്നു. എനിക്ക് പോകാനേ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ നന്നായിട്ട് കിങ്സ് ഡേ എന്നുള്ള കാണിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം കിങ്സ് ഡേ ഇവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് എന്തിനെ പറ്റിയിട്ടാണെന്ന് പറയാം. ഇന്ന് നമ്മൾ 4 പേരും കൂടെ ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ്. അൽക്കിയും വൈശാഖ് സാറും വരുന്നുണ്ടെന്ന് പറയുന്ന കാലം തൊട്ട് ഞാൻ പറയേണ്ടത് നമ്മൾ റോഡ് ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയിലോട്ടാണ്. ആ കൺട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ ഇവിടെ പോകാൻ പോകുന്നത്. എല്ലാ കൊല്ലവും ഒരു തവണയും ഇവിടെ പോകുന്നുണ്ട്. അതും കൃത്യമായിട്ട് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ ആ കൺട്രിയിലോട്ട് പോവുകയാണ്. ഓരോ സീസണിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഡിഫറെൻറ്റ് ഭംഗിയുള്ള ഒരു കൺട്രിയാണ്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി, ഭയങ്കര സീനിക്കായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴല്ല, ഡ്രസ്സൊക്കെ ഒന്ന് മാറി പാക്ക് ചെയ്തിട്ട്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ അങ്ങോട്ട് മാറി ഞാൻ കിടക്കാനായപ്പോൾ കുറച്ച് ലേറ്റായി, ഉറക്കം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉറക്കക്ഷണമുണ്ട്. 7:15 നമ്മൾ എണീറ്റ് ഏകദേശം ഒരു 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്കൊരു 10 മണിക്കൂർ ഡ്രൈവാണുള്ളത്. ഞാൻ വീഡിയോ എടുക്കുകൊണ്ട് ചുമരിൻ്റെ ബാക്കിലൂടെ ചാരി വിഷ്ണു നിൽക്കുന്നുണ്ട്. കമോൺ പിന്നെ കാണിച്ചത് കേട്ടോ, അത്ര കാണാൻ മാത്രമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒന്നും നല്ല രാത്രി പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഷട്ടപ്പട്ടയെന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പൊ ഇനി സമയങ്ങൾ എന്താ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. തനിമലയാളിയുടെ ശബ്ദം വിഴുങ്ങിപ്പോയിട്ടുണ്ട്. ഈ ശബ്ദം മുഴുവൻ ശരിയായി വരുന്നേ ഉള്ളൂ. വർത്താനം, ഒച്ചയെടുക്കലും സീസൺ ചേഞ്ചിങ്ങും എല്ലാം കാരണം അൽക്ക ഇവിടെ കാര്യമായി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അൽക്കയുടെ പേര് മാറ്റിട്ട് പ്ലേസിങ് അൽക്കാൻ നോക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കുള്ള കുളം. അങ്ങനെയല്ല, അൽക്ക പ്ലേസിംഗ് ആണ് അൽക്കക്ക് വേണ്ടപ്പോ. അല്ല അൽക്ക, ഞാൻ എപ്പോഴും പ്ലേസിംഗ് തന്നെയാണ്. ഇതേപോലത്തെ ഒരു ടോപ്പ് എനിക്കുണ്ട്, പക്ഷെ സ്ലീവ്ലെസ് ആണേ ഉള്ളൂ. അത് ഞാനാ കേട്ടാലോ. ഒരാള് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരത്തെ പറ്റി ചിന്തിക്കും. വേറെ ഡ്രസ്സ് എടുത്ത് കറി ആയാലും എടുത്ത് വെച്ച് വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കറി ആയാൽ ഇടാൻ ഒരു എക്സ്ട്രാ ഡ്രസ്സ് വേണം. വേറെന്തോ വീണ്ടും കഴിക്കുമ്പോ കറി ഡ്രസ്സിലാവും. ചെറിയ കുട്ടിയെ വിഷ്ണു വായോ. എന്തായിരുന്നു അത്? എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വിഷ്ണുവിനെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം പ്രതിഷേധം നമ്മൾ കണ്ടായിരുന്നു കമന്റ് സെക്ഷനില്. കേരളം കത്തിക്കുന്നൊക്കെ പറഞ്ഞു. അതിന്റെ പേരിൽ ഇത്തവണ ഞങ്ങളുടെ ഒഫീഷ്യൽ ഡ്രൈവറായി മിസ്റ്റർ വിഷ്ണു നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നു. സാധാരണ ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ കറക്റ്റായിട്ട് എന്തൊക്കെയോ കൊണ്ടുപോകേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത്തവണ തിരക്ക് കാരണം ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ധൃതി പിടിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോപ്പർ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും കാര്യങ്ങളധികം മിസ്സാവാറില്ല കേട്ടോ. ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ട്. എത്ര പിന്ന് വേണം, എത്ര സ്ലൈഡ് വേണം, എത്ര ലിപ്സ്റ്റിക്ക് വേണം, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ അത് എഴുതിയതിന് ശേഷം പാക്ക് ചെയ്യുമ്പോൾ ഒന്നും കാര്യമായിട്ട് മിസ്സാവാറില്ല. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു, എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തു. ഇനി നമുക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങാം. നമ്മൾ ഏകദേശം ഒരു 8:30 മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി അൽക്കിയും വൈശാഖ് സാറും പിന്നെ വിഷ്ണു എല്ലാം കിങ്സ് ഡേ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗുഡ് സ്ലീപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു 2 ബാഗായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ചെറിയൊരു പെട്ടിയിലും പിന്നെ കുറച്ച് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ വെതർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടത്തേക്കാളും തണുപ്പ് കുറവായിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പം ഞാൻ അധികം ഹെവി ആയിട്ടുള്ള ജാക്കറ്റ്സ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ലൈറ്റ് ജാക്കറ്റ്സ് 1-2 മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും ഇതേ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് കാറിലോട്ട് വെക്കാം.
ഈ ഒരു മൂല ഞാൻ പറഞ്ഞില്ല, നല്ല ഐശ്വര്യമുള്ള മൂലയാണ്, എപ്പോഴും എന്തെങ്കിലും ഒരു ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണ അതൊരു വർക്കിംഗ് ടേബിളാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കൊരു പിക്നിക് വൈബും കൂടെ ഒപ്പം കിട്ടുന്നുണ്ട്. അതൊക്കെ നിന്നോടത്തൊന്ന് ഉറങ്ങുമോ? നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ചാർജിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കൂടെ ഏകദേശം ഒരു 13 മണിക്കൂറിലാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാറിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ബ്ലാങ്കറ്റ് വെക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര അധികം ഇഷ്ടമാണ് കാറിൽ. പക്ഷേ ഇപ്പം അധികം ലോങ് ഡ്രൈവ് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ എനിക്ക് ചെറിയ എക്സൈറ്റ്മെന്റ്, എനിക്ക് സമാധാനമായി കുറച്ചധികം നേരം കാറിൽ കിടന്നുറങ്ങാന്നുള്ളതും കൂടെയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാനായപ്പോക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഒപ്പം നല്ല തണുപ്പുണ്ട്. എന്താണ് നെതർലൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിലെ ബൂത്ത് സ്പേസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മളിത് ഫ്രണ്ടിൽ കൂടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനിന്നലെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് കുറച്ച് ടയർഡായിരുന്നത്, കയറി ഉടനെ ഞാൻ കിടന്നുറങ്ങും എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ പറ്റില്ല എന്നാണ് ഞങ്ങളും അവകാശപ്പെടുന്നത്. അതുകൊണ്ടൊരു തീരുമാനമായില്ലേ? അൽക്ക എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്വിറ്റ്സർലാൻഡ് ഇസ് എ ഡ്രീം ഡെസ്റ്റിനേഷൻ. വിഷ്ണു എന്ത് തോന്നുന്നു? വിഷ്ണു ഐഷക് സാർക്ക് എന്ത് തോന്നുന്നു? ഞാനും എക്സൈറ്റഡ് ആണ്. ഞാൻ പിന്നെ എപ്പോഴും എക്സൈറ്റഡ് ആണ്. ഞാൻ എപ്പോൾ എക്സൈറ്റഡ് ആയി, കയറാൻ നേരത്തെ വരുള്ളത്. എന്താ സാധനം മരുന്ന്. ഈ ഒരു ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത് വൈശാഖ് സാറാണ് കേട്ടോ. എവിടെയൊക്കെ സൂപ്പർ ചാർജേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ ചാർജ് ചെയ്യാം, എവിടെയൊക്കെ ഫുഡ് കഴിക്കാം, എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന എല്ലാ പ്ലാനിങ്ങും പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഈ കാറിൽ കയറിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിഷ്ണു വണ്ടി ഓടിക്കുന്നു എന്നും കൂടെ, അത്ര വ്യത്യാസമേ ഉള്ളൂ. നമ്മളങ്ങനെ യാത്ര തുടങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കുകയാണ്. ഫുഡില്ലാണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്നലത്തെ അവസ്ഥയിൽ എനിക്ക് ഒട്ടും ശബ്ദം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ച് ശബ്ദം ബെറ്ററായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വ്ളോഗ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയത്. എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്ളോഗായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ഒരു ചെറിയ മനോവിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് മാറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ലഞ്ച് അപ്പം കഴിക്കുന്നത് തീരുമാനിക്കും. ലഞ്ച് കഴിഞ്ഞിട്ട് വേണം രാത്രി വീട്ടിൽ ഡിന്നർ കഴിക്കുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചെങ്കിലും ഞാനൊരു മടിച്ച ഡ്രൈവറാണ്. എന്തെങ്കിലും വളരെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനത്തെ ലോങ് ഡ്രൈവിലൊക്കെ ഞാൻ വണ്ടി ചുമതല ഏറ്റെടുക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വിഷ്ണു തന്നെയാണ് അധികം വണ്ടി ഓടിക്കാറ്. ഇത്തവണ വൈശാഖ് സാറ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയും പറയുന്നുണ്ടായി പുള്ളിക്കൊന്ന് ട്രൈ ചെയ്യണം ഇവിടെ വണ്ടി ഓടിക്കുന്നതെന്നുള്ളത്. തൽക്കാലം എന്തായാലും നമ്മൾ ഫസ്റ്റ് കണ്ടൊരു പെട്രോൾ പമ്പിൽ തന്നെ അതേ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇത്തവണ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ഡച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഡച്ചിൽ ഓർഡർ ചെയ്യാനും അവരോട് സംസാരിക്കാനും വേണ്ടിയൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ശ്രമം സക്സസ്ഫുൾ ആയിരുന്നു. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പനീനി പറഞ്ഞു, ഒരു ഹാം ഓംലെറ്റ് പറഞ്ഞു, ഒരു ക്രൊസാന്റ് പറഞ്ഞു, പിന്നെ അതേ ഇപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. താനൊന്ന് മനസ്സ് വെച്ചാൽ മതിയാവും. പ്രിപ്പയർ ചെയ്യാൻ പോയത്. എനിക്ക് ഈ മെഷീൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഒരു ചെറിയ മനസ്സമാധാനം കേടാട്ടോ. അതുകൊണ്ട് നമ്മൾ 2 ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വിഷ്ണു ഇന്നൊരു കർക്കശക്കാരനായ ഡ്രൈവറായിരുന്നു കേട്ടോ. കൃത്യം 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങണം എന്നായിരുന്നു ഓർഡർ. അപ്പോൾ എന്തായാലും ആ തന്ന സമയത്തിനുള്ളിൽ നമ്മൾ കഴിച്ചിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു രഹസ്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അൽക്ക വന്നതിന് ശേഷം നല്ല ഫുഡിങ്ങാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഇപ്പോൾ ഭയങ്കരമായി ഫുഡ് കഴിക്കുമ്പോൾ, ഒരു കൺട്രോൾ ഇല്ലാതെ കഴിക്കുമ്പോൾ കുറച്ച് റിഗ്രറ്റ് വരാറുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു 2 വീക്സ് ഞാൻ നല്ല അടിപൊളിയായി ഫുഡ് കഴിക്കും, എനിക്ക് വേണ്ടതൊക്കെ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തിരിച്ചൊരു ചെറിയ ഡയറ്റിങ്, ഒരു നമ്മുടെ മുന്നത്തെ 75 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. അടുത്ത ഭക്ഷണത്തിന് നമ്മൾ നിർത്തുന്നത് ഉച്ചയ്ക്കാണ്. അതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. ഞാൻ ഓടിക്കണം. വിഷ്ണു ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ അധികം ഓടിക്കാൻ തരില്ല, കാരണം വിഷ്ണുവിന് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചോദിച്ചൊക്കെ വാങ്ങിക്കണം ഞാൻ ഓടിക്കട്ടെ എന്ന്. പിന്നെ എനിക്ക് ഓടിക്കാൻ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവരുടെ ബാക്കിൽ മന്ദം നടന്നുകൊണ്ടിരിക്കും. വിഷ്ണുവിനെ പോകുമ്പോൾ ഇനി ഊതിപ്പിക്കുമെന്നാവോ? അരിഷ്ടടിച്ചിട്ടാണ് വിഷ്ണു കയറുന്നത്. വിഷ്ണുവിന് വയറ് വലിയ സുഖമില്ലാന്ന്. എന്തരിഷ്ടാണത്? എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വണ്ടി വെച്ചിട്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര സ്റ്റോപ്പ് എടുക്കേണ്ടി വരും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്? 2 or 3 2 or 3 സ്റ്റോപ്പ് എടുക്കേണ്ടി വരും.
ഓൾമോസ്റ്റ് അവിടെ എത്തുന്നതിന് 2 മതിയായിരിക്കും. നമ്മൾ ഇത് വെച്ചിട്ട് ബെൽജിയം പോയിട്ടുണ്ട് കേട്ടോ. അന്ന് നമുക്ക് 1 തവണ 2 തവണയൊക്കെ ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഒരു 3-4 മണിക്കൂറിലേ വരുള്ളൂ. ഇത് പക്ഷെ നമുക്ക് 8-9 മണിക്കൂർ ഓൺ റോഡ് തന്നെ ഉണ്ട്. അപ്പൊ ഒരു 3 ചാർജിങ്ങെങ്കിലും എടുക്കേണ്ടി വരും. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയാണ്ട് ഞാനവിടെ ഇഷ്ടപ്പെട്ടു. നമ്മളിതാ ജർമ്മനി കയറിയിരിക്കുന്നു. അങ്ങനെ വെൽക്കം ടു ജർമ്മനി. ബെൽജിയം അത്യാവശ്യം നല്ല ബോറടിക്കുന്നുണ്ട്. നല്ലോണം. അത് നല്ല ഇയാൾ എന്റർടൈനിങ് അല്ല, അത്ര ഇഷ്ടപ്പെടണില്ല. നിങ്ങൾ തീരെ എന്റർടൈനിങ് തന്നെ കൂട്ടിയിട്ടൊന്നുമില്ല. പാവം, നല്ല എന്റർടൈനിങ് ആണ്. ഐശ്വര്യയുടെ എഫേർട്ട് പോലും എടുക്കണില്ല സത്യം. ഞാൻ ഗെയിമൊക്കെ കൊടുക്കുന്നത് ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നല്ല ബ്ലോക്ക് ഉണ്ട്. എന്തോ റോഡ് പണി നടക്കുന്നുണ്ട് തോന്നുന്നു. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കുതിര പോകുന്നുണ്ട്. കാണിച്ചോ, കണ്ടോ കുതിര പോകുന്നത്? കുതിരയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുതിരയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞേൽപ്പിച്ച കാര്യം അൽക്ക കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു ചെറിയ വീഡിയോ എടുത്ത് തരണം, എനിക്കെൻ്റെ വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അൽക്കയുടെ കഴിവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു. ഇനി കഴിച്ചിട്ട് ഫ്രീ മസാജ് ആയിരുന്നു. നോക്ക്, നല്ല സുഖം. തിരിച്ച് കഴിച്ചിട്ട് വന്നിട്ട് ഞാനാണ് അല്ല ഇങ്ങനെ എങ്ങനെയൊക്കെ ഭയങ്കര സുഖമാണ്. എനിക്കറിയാം. ഉറങ്ങിപ്പോയി ഞാൻ. ഇവിടെ നമ്മൾ കാറ് ചാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 20% ഏകദേശം ഒരു 20 minutes ആണ് എടുക്കുക നമുക്കിത് ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെസ്ല ചാർജിങ്ങിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാറ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 20 minutes തന്നെ റെഡിയാകും തോന്നുന്നു. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. എനിക്ക് ഇവന്മാരുടെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ ബീഫും ചിക്കനും ഒക്കെ വരട്ടി എടുത്തിട്ടുണ്ട്. അൽക്കെന്നല്ല നല്ല ഉറക്കായിരുന്നോ? ഞാൻ വിചാരിച്ചായിരുന്നു ചെയ്യണമെന്ന്, പക്ഷെ ഉറങ്ങി അങ്ങോട്ട് പോയി എത്തിയില്ല. അതുകൊണ്ട് ബീഫും ചിക്കനും ഒക്കെ ഞാൻ തന്നെ വരട്ടി എടുത്തിട്ടുണ്ട്. രാത്രിയോ നാളെ ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ അത്. ബീഫും ചിക്കനും മാത്രമേ ഉള്ളൂ. നമ്മൾ പൊറോട്ടയും ബ്രെഡും ഒക്കെ എടുക്കണം വിചാരിച്ചായിരുന്നു. ഇപ്പം വിഷ്ണു പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞു വെച്ചിട്ട് വെറും കൈയോടുകൂടെയാണ് തിരിച്ചു വന്നത്. തൽക്കാലം പോയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. എനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസ്തയാണ് കേട്ടോ. പിന്നെ ഈ പിzzയുടെ അവസ്ഥയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ 2 കാര്യങ്ങളും എനിക്ക് കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും പൊതുജന താല്പര്യപ്രകാരം നമ്മളിത് ഇവിടെ ലഞ്ച് കഴിക്കുന്നത് പിzzയാണ്. അപ്പോൾ ഒരു ബാർബിക്യൂ ചിക്കനും പിന്നെ ഒരു ബീഫിൻ്റെ എന്തോ ഒരു പിzzയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. Depending on the size of the pizza, we'll probably order. Okay, yeah, no problem. So that means just ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് 2 പേരെ വെഡിങ് റിംഗ് കണ്ടോ? ഇപ്പോഴാ നമ്മൾ ശ്രദ്ധിച്ചത് 2 പേരെ വെഡിങ് റിംഗും സെയിം ആണ്. ഇത് വൈറ്റ് ഗോൾഡ് ആണോ? ഇത് വൈറ്റ് ഗോൾഡ്, ഇത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും എന്തോ. ഫുഡ് ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കാറ് ഫുൾ ചാർജ് ആയി കേട്ടോ. വിഷ്ണു വൈശക് സാറും കൂടെ കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല കാരമലൈസ്ഡ് ആണ്, നല്ല സ്വീറ്റ്നെസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വൈകുന്നേരം എവിടെ നിർത്തുന്ന വിഷ്ണു? തീറ്റി കുടിക്കുകയാണെങ്കിൽ എവിടെയും നിർത്തുന്നില്ല. നമ്മൾ ഇനി ഇവിടെ നിന്ന് എടുത്ത് നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് ചാർജിങ്ങിന്. അപ്പോൾ ഡിന്നർ കഴിക്കുന്നതായിരിക്കും. റോഡ് ട്രിപ്പിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തിയിട്ടല്ലോ പോകണം. നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് സ്വിസ്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഒരു 10 മണി എന്തായാലും ആവുന്നുണ്ടായിരിക്കും അല്ലേ? 9 ആകുമ്പോഴേക്ക് എത്തും. ഹൽക്കയുടെ സ്വഭാവം അനുസരിച്ചിട്ടിരിക്കും. ഞാൻ മര്യാദ ഇരിക്കുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു പിസ്സ അങ്ങോട്ട് അകത്താക്കിയിട്ട് എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത വിശപ്പിനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. നോട്ടെ, പക്ഷെ എവിടെയോ അത് ഇത്ര കാര്യമായിട്ട് തരയുന്നത് മുറുക്കനാണ്, വേറെ ഒന്നും. ചിസ്പ് ആൻഡ് മുറുക്സ്. എനിക്ക് ഞാൻ അവിടെ ആരാണ് വണ്ടി ഓടിക്കുന്നത് നോക്കൂ. ആരാണ്? പുള്ളി നാട്ടിൽ നിന്ന് ലൈസൻസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ടഫായല്ലോ.
അൽക്ക നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കൃത്യമായി നമ്മുടെ റോഡ് ട്രിപ്പിന്റെ ഭാഗമാക്കാൻ വേണ്ടി കാറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കം കൂടെ കഴിഞ്ഞ് ഞാൻ എണീറ്റു. ഞങ്ങൾ കുറച്ച് ഹിസ്റ്ററി ക്ലാസ്സിലായിരുന്നു. ഒരു വിയറ്റ്നാമിന്റെ ഇതൊക്കെ കേൾക്കണേ വലിയ മൈൻഡ് ചെയ്തില്ല. അല്ല മുറുക്കോ ചിപ്സ് ആയിരുന്നെങ്കിൽ നോക്കിയായിരുന്നു. താല്പര്യമില്ല. അതുകൊണ്ട് എണീറ്റിട്ട് കുറച്ച് മുറുക്കും ചിപ്സും നമ്മള് ഇവിടെ എണീറ്റാ മനസ്സിലാക്കണെന്നറിയാം. പുറത്തൊക്കെ സൗണ്ട് കേൾക്കുന്നവരെ ഇനി നമ്മൾ 7 മിനിറ്റിൽ അടുത്ത ചാർജിങ്ങിലെത്തും. ഇപ്പൊ 23% ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എത്ര കിലോമീറ്ററിന് ട്രാവൽ ചെയ്യാം? അതും കൂടി ചാർജിന് ശേഷം നമ്മൾ ജർമ്മൻ ബേക്കറി പോകാൻ വേണ്ടി പോവാണോ? ഇതൊക്കെ കേട്ടോ ഓർക്കത്തില്ല. കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോ ഇതേ എല്ലാ ടെസ്ലകളും നിരന്ന് ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി ഇത് എടുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പാർക്ക് നമ്മള് കാറ് ചാർജ് ചെയ്യാൻ ഇട്ടു. ഇനി നമ്മളൊരു ജർമ്മൻ ബേക്കറി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വൈശാഖ് സാറിന് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നാ സ്വീറ്റ് ആവും. ഞാനുണ്ടല്ലോ ഈ ഒരു 2 വീക്സ് കഴിഞ്ഞാലേ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ റിഗ്രറ്റ് കയറുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും എൻ്റെ വെക്കേഷനാണ്, ഞാൻ ഒന്നും ചിന്തിക്കരുത്. ഇപ്പം ഞാൻ മാക്സിമം കഴിക്കും, വേണ്ടതൊക്കെ ചെയ്യും. 2 വീക്സ് കഴിഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തപസ് തുടങ്ങും. മധുരം എനിക്ക് വളരെയധികം ഇഷ്ടമല്ലാത്തൊരു മേഖലയായത് കാരണം എനിക്ക് വലിയ ഒപ്പീനിയനൊന്നുമില്ല. വൈശാഖ് സാറും മൽക്കിയും കൂടെ അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ബ്രേക്ക്. ഞങ്ങൾ ഈ ട്രിപ്പിന് വന്നതേ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? സ്ട്രോബെറി ശരിക്കും ഫീൽ ചെയ്യാം. ഞാൻ താഴത്തെ ബേസ് കൊള്ളാം, അടുക്ക് നേരെ. ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് കാർ വെച്ചിട്ട് നമ്മൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാണ്. ഇത് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എല്ലായിടത്തും നമുക്ക് ചാർജിങ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ. നമുക്ക് വളരെയധികം സ്മൂത്തായിരുന്നു. ആൻഡ് 20 മിനിറ്റ്സിനുള്ളിൽ ഫുൾ ചാർജ് ആവുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് കേക്ക്സിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. നമ്മളുടെ ഇവിടുത്തെ സ്നാക്കിങ് കഴിഞ്ഞു. ഞാൻ വിചാരിക്കും എന്തൊരു ബോറ് വീഡിയോ ആയിരിക്കില്ല ഇത്. ചുമ്മാ നമ്മൾ കഴിക്കുക ഉറങ്ങാൻ നടക്കുക. നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നെക്സ്റ്റ് വ്ളോഗ് ഞാൻ പൊളിച്ചിട്ട് വരുന്നതാണ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡിന്റെ മനോഹരമായ ബ്യൂട്ടികൾ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു വരുന്നതാണ്. വിഷ്ണു, വൈറ്റ് ബ്രെഡ് വേണമെന്ന് പറയണേ. വൈറ്റ് ബ്രെഡ് എനിക്ക് വേണം. നോക്കിയായിരുന്നു ഇവിടെ എവിടെയും കിട്ടുമെന്ന്. ഇതൊരു സെൻട്രൽ ഇവിടെ മുമ്പോട്ട് കിട്ടുമെന്ന് എനിക്കറിയാം. നമ്മൾ ഓട്ടോബാനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. 200-ലൊക്കെ വണ്ടികൾ സുഖമായിട്ട് പോണത് കാണാം. കണ്ടോ, നമ്മളെ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി പോകുന്നത്. എനിക്കൊരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് കേട്ടോ ഈ വൈകുന്നേരം, ഈ ഒരു സന്ധ്യാസമയമില്ലേ. എനിക്കപ്പോൾ നാട്ടിലായിരുന്ന സമയത്തും എനിക്കിങ്ങനെ വീട്ടിൽ ഉമ്മറത്തൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രാവൽ ചെയ്യൊക്കെ ആണെങ്കിൽ പറയണ്ട, എനിക്കിങ്ങനെ സ്കൈയും സൺസെറ്റും ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ സ്വർഗം കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മൾ അങ്ങനെ ജർമ്മനി കഴിഞ്ഞ് സ്വിസ് കയറാൻ വേണ്ടി പോവാണ്. നമ്മളിവിടുന്ന് സ്വിസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ സ്വിസ് പാസ്, എനിക്ക് ഈ SMS വരുമ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ ഒരു സ്വിസ് പാസ് ഒട്ടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോൾ 40 to 50 യൂറോൻ്റെ ഉള്ളിൽ എന്തോ ആയിരുന്നു എന്നാണ് ഓർമ്മ. പക്ഷെ നമ്മൾ അന്ന് പോയത് നമ്മുടെ പഴയ വണ്ടിയിലല്ല, മറ്റേ ലിങ്ക് ആൻഡ് കോല്, അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. വൺസ് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ 5 years അത് വാലിഡ് ആണ്. പക്ഷെ ഈ നമ്മുടെ ഈ പുതിയ കാറിലില്ല. അപ്പം നമുക്കൊന്ന് വാങ്ങിച്ചങ്ങോട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ല. വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി വെതറാണ് കേട്ടോ. ജാക്കറ്റിന് ആവശ്യമില്ല. ഒരു 17-18 ഒക്കെ ഉണ്ടാവില്ല വിഷ്ണു? 17-18 നല്ല വെതറാണ്. അപ്പോൾ നമ്മളിവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് സ്വിസ് പാസ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് ചോറോ ബ്രെഡോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബ്രെഡ് വാങ്ങി, ഒപ്പം നമ്മുടെ സ്വിസ് പാസും കൂടെ വാങ്ങി നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ട ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഈ ഒരു ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതാ കാണിക്കും വെൽക്കം? ഇതൊരു ബൂസ്റ്റിന്റെ ടേസ്റ്റാണ് കൂടുതൽ എനിക്ക് തോന്നാറ്.
ഈ സ്വിസ് പാസിന് വരുന്നത് 42 യൂറോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 38 42 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഓർത്ത് വെച്ചായിരുന്നു വ്ളോഗിൽ പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ മറന്നുപോയി. എന്തായാലും ഇത് ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5 കൊല്ലത്തോളം ഇത് വാലിഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി പുതിയതായിട്ട് നമുക്ക് ഈ ഒരു സ്വിസ് പാസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നേരെ ഓടിച്ചിങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ആ പ്രഹസനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഡ്രൈവ് ചെയ്യുന്നത് അടുത്ത സൂപ്പർ ചാർജറിലോട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇതൊരു എക്സ്ട്രാ ചാർജിങ് നമ്മൾ എടുത്തതാണ് കേട്ടോ. ഇവിടെ നിന്നും കൂടെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 80% അടുത്ത് ചാർജ് ഉണ്ടാവും വണ്ടിയിൽ. പെട്ടെന്ന് ചാർജ് ആവട്ടെ, ചാർജ് കയറട്ടെ. ചാർജ് അല്ലക്ക് ഇഷ്ടം എന്താ ആ ഡോർണമെന്റ്. കമോൺ ഗൈസ്, മലയാളം എന്തെങ്കിലും വെക്കൂ. April 27 Amsterdam Netherlands വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണെന്ന് ഞാനിത് കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. സെലിബ്രേറ്റ് ചെയ്ത ഈ ഓറഞ്ച് ഡ്രസ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നുണ്ട്. എന്റെ തനി മലയാളം ഇങ്ങനെയല്ല. എനിക്ക് അറ്റ ക്രിഞ്ചുള്ളൂ. സെൻട്രൽ നമ്മളിപ്പോ നിൽക്കുന്ന ഓസ്ട്രോപ്ലെയിനിലാണ്. ഇവിടെ നമ്മൾ സെൻട്രലിൽ പോയിട്ട് അവസ്ഥ ഞാനത് സിങ്കിങ് ചെയ്യട്ടെ. നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ടില്ല, ഞാനിത് കാണാത്ത. എന്റെ അമ്മേ, 31 മിനിറ്റോ വെക്കോ? എന്താണിത്? അതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ അതിന്റെ. എന്താണ് ഇഷ്യൂ? എൻ്റെ കിങ്സ് ഡേയുടെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഇതുവരെ അത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എൻ്റെ മുന്നത്തെ ആ ഒരു കാലൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 11 11:45 11:30. ഇപ്പൊ വിശന്നിട്ട് ഒരു രക്ഷയില്ല. കുക്ക് ചെയ്തെടുത്ത ഫുഡൊക്കെ നിന്ന് ചൂടാക്കി കഴിക്കണം നമുക്ക്. ആൾക്കതിന് മാത്രം നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് നമ്മളെടുത്ത എയർബിഎൻബി. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു അപ്പൂപ്പൻ ഒരു അമ്മൂമ്മയാണ് കേട്ടോ. മാർട്ടിൻ എന്നാണ് അപ്പൂപ്പൻ്റെ പേര്. നല്ല കിഡ്ലൻ സ്റ്റേ ആയിരുന്നു. കുറച്ചൊരു പഴയ സ്റ്റേ ആയിരുന്നു, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഞാൻ ഏതാണ് ഈ ഒരു എയർബിഎൻബി എന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഒരു മെയിൻ ബെഡ്റൂമും പിന്നെ ഒരു ചെറിയൊരു കുട്ടി റൂമുമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചെന്ന ഉടനെ വേറെ അധികം കാര്യങ്ങളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഡിന്നർ കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഖമായി കിടന്നുറങ്ങണം, എന്നിട്ട് വേണം നാളെ നമുക്ക് അടിപൊളി ഒരു വ്ളോഗായിട്ട് വരണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചിക്കൻ കറിയും ഒരു ബീഫ് കറിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കുറച്ച് ചോറും ബ്രെഡും ഒക്കെ വെച്ച് നമ്മൾ ഡിന്നർ ഇന്ന് കഴിച്ചു. ഇനി നാളെ നല്ലൊരു അടിപൊളി വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ, നാളെ കാണാം കേട്ടോ.